എല്ലാവർക്കും മൾബറി ബുട്ടീക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മൊഡാലിൽ വന്നിട്ടുള്ള ഫാബ്രിക്സ് ഉണ്ട്, അതുപോലെ മഷൂരിൽ വന്നിട്ടുള്ള ഫാബ്രിക്സ് ഉണ്ട്, ദുപ്പട്ടാസ് ഉണ്ട്, സ്റ്റോൾസ് ഉണ്ട്. നമുക്കതെല്ലാം ഓരോന്നായിട്ട് കാണാം. അതിന്റെ കൂടെ ഞാൻ ഇന്ന് കുറച്ച് കട്ട് പീസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മൊഡാലിൽ മഷൂരിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒത്തിരി പേരോട് ചോദിക്കാറുണ്ട്, ചേച്ചി കട്ട് പീസുകൾ തരാമോ, കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ യോക്കിലും സ്ലീവ്സിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തരാവും ചോദിക്കാറുണ്ട്, ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് തനിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇതിന് ഷിപ്പിംഗ് ചാർജ് ബുദ്ധിമുട്ടല്ലേ ചെറിയൊരു പീസിന് വേണ്ടിയിട്ട്. അതുപോലെ ഇവിടുന്ന് ഇതേപോലെ ചെറിയ പീസൊക്കെ അയച്ചു തരാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചും കുറച്ച് പാടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എല്ലാം കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിലിപ്പോൾ ഏതെങ്കിലും ഫാബ്രിക് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുപ്പട്ടാസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇത് അയച്ചു തരാൻ നമുക്ക് ഇവിടുന്ന് പാടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് കാണിക്കാന്ന് വിചാരിച്ചേക്കുന്നത്. മഷ്റൂമിന്റെ 1/2 മീറ്റർ കട്ടിന് 275 ആണ്. അപ്പൊ ഞാൻ അതിന് ഇട്ടേക്കുന്ന പ്രൈസ് 260 ആണ് കേട്ടോ. അതുപോലെ മൊഡാലിന്റെ 300 ആണ്. ഞാൻ ഇട്ടേക്കുന്ന പ്രൈസ് 280 ആണ്. ഇത് അളന്ന് നോക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ചിലപ്പോൾ കാണും, അതുകൊണ്ടാണ് ഞാൻ ആ റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ കൈ കിട്ടിയതിന് ശേഷം അളന്നിട്ട് 1/2 മീറ്റർ ഇല്ലല്ലോ ചേച്ചി എന്ന് പറയരുത്. ചിലത് 1/2 മീറ്റർ കൂടുതൽ കാണും, ഞാൻ അത് കട്ട് ചെയ്തിരുന്നില്ല. അപ്പൊ അതേപോലെ ചിലത് 1/2 മീറ്ററിന് കുറച്ച് കുറവും കാണും. അപ്പൊ ആ റേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് ആ റേറ്റ് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഇതിന്റെ ഒപ്പം കാണാം. അതുപോലെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഫാബ്രിക്കുകൾ നമുക്ക് ബൾക്കായിട്ടുള്ള, അതായത് വലിയ റോള് വരത്തില്ല. ഇത് കിട്ടുന്നത് 10 മീറ്റർ കട്ട്, 6 മീറ്റർ കട്ടൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് 10 മീറ്റർ കട്ടിലേതാണെങ്കിൽ 2.5 മീറ്റർ തരുമ്പോൾ കുഴപ്പമില്ല, 4 പേർക്ക് കൊടുക്കുമ്പോൾ അത് തീരും. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഫാബ്രിക് 2.5 മീറ്റർ ചോദിക്കുന്നത് ചിലപ്പോൾ 6 മീറ്റർ കട്ടിലേതാണെങ്കിൽ 2.5 മീറ്റർ വീതം 2 പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ 1 മീറ്ററുടെ ബാക്കി വരും. അപ്പോൾ ഓർഡർ എടുക്കുമ്പോൾ ചിലപ്പോൾ ഞാനത് ഉണ്ട് തരാന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ പിന്നെ കട്ട് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അത് 6 മീറ്ററിലാണെന്ന് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ പോയി ചോദിക്കാറുണ്ട്, ഇങ്ങനെയാണ് കാര്യം, അപ്പം 3 മീറ്റർ എടുക്കാവും ചോദിക്കുമ്പോൾ പലരും എടുക്കാറുണ്ട്. പക്ഷെ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നും, ഓർഡർ എടുത്തപ്പോൾ 2 മീറ്റർ തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഇതിലെ കാര്യം. നിങ്ങൾക്ക് ഇപ്പം ഒരു 1/2 മീറ്റർ കയ്യിലിരുന്നാലും ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഒരു കുർത്തി ചെയ്യുമ്പോൾ ഒക്കെ യോക്കിലും സ്ലീവ്സിലൊക്കെ കൊടുക്കാൻ പറ്റും ആ ഫാബ്രിക്. പക്ഷെ വേസ്റ്റ് ആയി പോകത്തില്ല. ഇവിടെ നമ്മളിങ്ങനെ ഓരോന്നീന്നും കട്ട് ചെയ്ത് വരുമ്പോൾ ഒത്തിരി വേസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇന്ന് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് 2.5 മീറ്റർ ചോദിക്കുമ്പോൾ അത് 10 മീറ്ററിലാണ് ഉള്ളതെങ്കിൽ 2.5 മീറ്റർ തരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ 10 മീറ്ററിലേത് 3 മീറ്റർ ചോദിക്കുമ്പോൾ പ്രശ്നമാണ്. കാരണം 3 മീറ്റർ ഒരാൾക്ക് 3 മീറ്റർ കൊടുത്തേക്കും ബാക്കി പലർക്കും 2.5 മീറ്റർ മതിയാവും. അപ്പോഴും അതിൽ വേസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ച്, അതായത് നിങ്ങൾ ചോദിക്കുന്ന മെറ്റീരിയൽ 10 മീറ്റർ കട്ടിലേതാണെങ്കിൽ 2.5 മീറ്റർ തരാൻ ഒരു പ്രശ്നമില്ല. ആ സെയിം 2.5 മീറ്റർ നിങ്ങൾ ചോദിക്കുന്നത് 6 മീറ്റർ കട്ടിലേതാണെങ്കിൽ അത് 3 മീറ്റർ എടുക്കണം, എങ്കിലാണ് 2 പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ വേസ്റ്റ് ഇല്ലാതെ. അപ്പൊ അത് ഓർഡർ എടുക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അത് ആ സമയത്ത് ഞാൻ പറയും. അപ്പൊ ഇതാണ് അതിന്റെ കാരണം കേട്ടോ. എല്ലാവരും തന്നെ എടുക്കാറുണ്ട്, കാരണം എല്ലാവരും പറയുന്നത് അതിന്റെ ഒരു 1/2 മീറ്റർ കയ്യിലിരുന്നാലും മൊഡാലും മഷറൊക്കെ അല്ലേ, നമുക്ക് യോക്ക് ചെയ്യാനൊക്കെ ഒത്തിരി നല്ലതാണല്ലോ. അപ്പൊ എല്ലാവരും തന്നെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് അധികം കട്ട് പീസുകളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണുന്നത് കുറച്ച് കട്ട് പീസുകളാണ് കേട്ടോ. ഇത് മൊഡാലിലും മഷൂറിലും വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ യോക്ക് ചെയ്യാനും സ്ലീവ്സിന് എൻ്റെ കൊടുക്കാനൊക്കെ നല്ല ഫാബ്രിക്കുകളാണ്. ഇത് കട്ട് പീസുകളാണ് കേട്ടോ. മൊഡാലിൻ്റെ കട്ട് പീസിന് 1/2 മീറ്ററിന് 300 വരിക. ഞാൻ ഇട്ടിരിക്കുന്ന പ്രൈസ് 280 ആണ്. അതുപോലെ മഷൂറിൻ്റെ 275 ആണ് 1/2 മീറ്ററിന്. പക്ഷേ ഞാൻ ഇട്ടിരിക്കുന്ന പ്രൈസ് 260 ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് 1/2 മീറ്ററിൽ കുറച്ച് കുറവ് കാണാൻ ചാൻസ് ഉണ്ട്. ചിലതൊക്കെ 1/2 മീറ്ററിൽ കുറച്ച് കൂടുതലും കാണും. കൂടുതലുള്ളത് ഞാൻ കട്ട് ചെയ്ത് കറക്റ്റ് 1/2 മീറ്റർ ആക്കുന്നുമില്ല. ചിലത് കുറച്ചൊരു കുറവ് കാണാം 1/2 മീറ്ററിൽ. അപ്പം നിങ്ങളുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അളന്ന് നോക്കുമ്പോൾ കുറച്ച് കുറവ് കണ്ടാൽ ഒന്നും വിചാരിക്കരുത്, കാരണം അത്രേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ആ റേറ്റ് ഇട്ടേക്കുന്നത്. അതുപോലെ ഇതെല്ലാം നിങ്ങൾ ഒരു പീസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുർത്തി ചെയ്യുമ്പോൾ അത് യോക്ക് ചെയ്യാനും സ്ലീവ്സിന് അതിൻ്റെ കൊടുക്കാനും കറക്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് കാണും കേട്ടോ. അങ്ങനെയുള്ളതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതാ ഇതാണ് ആദ്യത്തേത്. ബേസ് കളർ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ ആണ്. അതിൽ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇത് മഷ്റൂമാണ് ഫാബ്രിക്. ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് 260. ഇത് മൊഡാലാണ്. ഇതിൻ്റെ പ്രൈസ് 280. മൊഡാലാണ് 280. ഇനി ഞാൻ എല്ലാത്തിനും പ്രൈസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, മൊഡാൽ മഷ്റൂം എന്ന് പറഞ്ഞു പോയാൽ മതിയല്ലോ. മൊഡാലിൻ്റെ പ്രൈസ് 280 ആണ്, മഷ്റൂമിൻ്റെ 260 ആണ്. അപ്പോൾ ഇതാ ഇത് മഷ്റൂം ആണ്, മൊഡാലാണ്. ഇത് മൊഡാലാണ്. മൊഡാലാണ്. ഇത് മഷ്റൂം ആണ്. മഷ്റൂം ഫാബ്രിക്കിന് ഒരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. ഇത് മൊഡാലാണ്. ഇത് മൊഡാലാണ്. ഇതാണ് അടുത്തത്. ഇത് മൊഡാലാണ്. ഇതാണ് അടുത്തത്. ഇത് മൊഡാലാണ്.
ചിലപ്പോൾ ഞാൻ കാണിച്ചു തന്നെ വീണ്ടും കാണിച്ചു എന്ന് വരും. കാരണം ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു കെട്ടായിട്ട് ഇവിടെ കൊണ്ടുവച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ വീണ്ടും കാണിച്ചു തന്നെ കാണിക്കാനും ചാൻസ് ഉണ്ട്. ഇത് മൊഡാലാണ്, ഇതും മൊഡാലാണ്. ഇതാണ് അടുത്തത്, ഇതും മൊഡാലാണ് കേട്ടോ. ഇതാണ് അടുത്തത്, ഇതും മൊഡാലാണ്. ഇതാണ് അടുത്തത്, ഇതും മൊഡാലാണ് കേട്ടോ. ഇത് മൊഡാലാണ്, ഇത് മൊഡാലാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊഡാലിലും മഷൂലും മറ്റുള്ള കുറച്ച് കട്ട് പീസുകളാണ്. ഇത് മൊഡാലാണ് കേട്ടോ. ഇതാണ് അടുത്തത്, ഇതും മൊഡാലാണ്. ഇതും മൊഡാലിൽ വന്നിട്ടുള്ള കട്ട് പീസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. ഇതിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ തൊട്ട് വരുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ കളർ ചേഞ്ചാണ്. നല്ലൊരു ബ്ലൂ ആണിത്. മഷ്റൂ ആണ് കേട്ടോ. നല്ലൊരു ഗ്രീനാണ്. അതിലിതാ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇത് മൊഡാലാണ്, ഇത് മൊഡാലാണ്, ഇത് മൊഡാലാണ്. ഇതാണ് അടുത്ത ഫാബ്രിക്, ഇത് മൊഡാലാണ്. ഇതാണ് അടുത്തത്, ഒരു സിക്സാഗ് പ്രിൻ്റാണ്. ഇത് മഷൂല് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് മൊഡാലാണ്, ഇത് മൊഡാലാണ് കേട്ടോ. ഇത് മഷ്റൂ ആണ്, മഷ്റൂ ആണ് കേട്ടോ. ഇത് മൊഡാലാണ്, ഇത് മൊഡാലാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊഡാലിലും മഷ്റൂലും വന്നിട്ടുള്ള കട്ട് പീസുകളാണ്. നിങ്ങൾക്ക് കുർത്തി ചെയ്യുമ്പോൾ യോക്ക് ചെയ്യാനും അതുപോലെ സ്ലീവ്സിൽ ഒരു ബോർഡറൊക്കെ ആയിട്ട് കൊടുക്കാനും പറ്റിയ നല്ല കുറച്ച് കട്ട് പീസുകളാണ് കേട്ടോ ഇത്. മൊഡാലിൻ്റെ റേറ്റ് വന്നേക്കുന്നത് 280 ആണ് അര മീറ്ററിന്, മഷ്റൂലിന് 260. ഇതാണ് അടുത്തത്, ഇത് മഷ്റൂൽ വന്നിട്ടുള്ളതാണ്. ചിലതിലൊക്കെ ചിലപ്പോൾ അര മീറ്ററിന് കുറച്ച് കുറവ് കാണും, അതുപോലെ ചിലതിൽ അര മീറ്റർ കൂടുതലും കാണും കേട്ടോ. മഷ്റൂലിൻ്റെ അര മീറ്റർ കട്ടിന് 260, മൊഡാലിന് 280 ആണ് പ്രൈസ് വന്നേക്കുന്നത്. ഇതാണ് അടുത്തത്, ഇത് മഷ്റൂ ആണ്. നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ ബേസ് കളറ്. ഇതാണ് അടുത്തത്, ഇത് മൊഡാലാണ്, ഇത് മൊഡാലാണ്. ഇത് മഷ്റൂ ആണ്, ഇത് മൊഡാലാണ്, ഇത് മൊഡാലാണ് കേട്ടോ. ഇതാണ് അടുത്തത്. പ്രിൻ്റ് ഇങ്ങനെ വരും, മൊഡാലിൽ വന്നിട്ടുള്ളതാണ്. ഇതാണ് അടുത്തത്, ഇത് മൊഡാലിൽ വന്നിട്ടുള്ളതാണ്. ഇത് മൊഡാലിൽ വന്നിട്ടുള്ള സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. ഇത് മൊഡാലിൽ വന്നിട്ടുള്ളതാണ്. ഇത് മൊഡാലാണ്. ഇത് ഞാൻ കാണിച്ചതാണെന്ന് സംശയമുണ്ട്. ഇത് മഷ്റൂ ആണ്. ഇത് മൊഡാലാണ്. ഇത് മൊഡാലാണ്. ഇതാണ് അടുത്തത്. അടുത്ത പ്രിൻ്റ് ഇങ്ങനെ വരും. ഇത് മൊഡാലിൽ വന്നിട്ടുള്ളതാണ്. ബേസ് കളർ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ. അത് ഇങ്ങനെ വരും. നമ്മുടെ കട്ട് പീസിൽ ലാസ്റ്റ് പീസാണ് കേട്ടോ ഇത്. ഇത് മഷ്റൂലിൽ വന്നിട്ടുള്ളതാണ്. ഒരു സിക്സാഗ് പ്രിൻ്റാണ്. ബേസ് കളർ നല്ലൊരു ഗ്രീനാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ട കട്ട് പീസുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക. ഇതെല്ലാം നമുക്ക് കുർത്തി ചെയ്യുമ്പോൾ യോക്ക് കൊടുക്കാനും അതുപോലെ സ്ലീവ്സിലൊക്കെ ബോർഡർ പോലെ കൊടുക്കാനും പറ്റിയ നല്ല കുറച്ച് കട്ട് പീസുകളാണ്. മൊഡൽ കട്ട് പീസിൻ്റെ റേറ്റ് 280 ആണ് അര മീറ്ററിന്. മഷ്റൂ കട്ട് പീസിൻ്റെ റേറ്റ് 260 ആണ്. ഇതിൽ ചിലതിലൊക്കെ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ അര മീറ്ററിൽ ചിലപ്പോൾ കുറച്ച് കുറവ് കാണും, ചിലതിൽ കുറച്ച് കൂടുതലും കാണും. അപ്പോൾ നിങ്ങൾ അളന്ന് നോക്കിയിട്ട് പിന്നെ അത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ തന്നെ പറയുവാണ്. ഏതായാലും എല്ലാം യോക്ക് ചെയ്യാനും സ്ലീവ്സിന് നെറ്റിൽ ബോർഡർ പോലെ കൊടുക്കാനും പാകത്തിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് മൊഡാലിലും മഷ്റൂലും വന്നിട്ടുള്ള കുറച്ച് ടോപ്പിന് പറ്റിയ ഫാബ്രിക്കുകളാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇത് നമ്മൾ അളന്ന് നോക്കുമ്പോൾ 2.5 മീറ്റർ കിട്ടണമെങ്കിൽ 10 മീറ്റർ കട്ടിൽ വന്നതാണെങ്കിലാണ് 2.5 മീറ്റർ കിട്ടത്തുള്ളൂ. 6 മീറ്റർ കട്ടിലാണ് വന്നിട്ടുള്ളതെങ്കിൽ 3 മീറ്റർ എടുക്കണം കേട്ടോ. ആദ്യത്തെ ഇതാണ്. ഇതിൻ്റെ പ്രൈസ് മീറ്ററിന് 599 ആണ്.
നമ്മൾ കാണുന്ന മൊഡാൽ ഫാബ്രിക്കിൻ്റെ എല്ലാം മീറ്റർ പ്രൈസ് 599 ആണ്. മഷ്റൂമിൻ്റെ മീറ്റർ പ്രൈസ് 550. ഇതാണ് അടുത്ത പ്രിൻ്റ്. ഇതാണ് അടുത്തത്. അടുത്ത പ്രിൻ്റ് ഇങ്ങനെ വരും. ഇതെല്ലാം ബ്രിക്ക് റെഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അതിൽ ഇങ്ങനത്തെ പ്രിൻ്റുകളാണ്. ബേസ് കളർ ബ്രിക്ക് റെഡാണ്. റെഡിൽ അടുത്ത പ്രിൻ്റ് ഇതാണ്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. റെഡിൽ അടുത്ത പ്രിൻ്റ് ഇതാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതാ ഇങ്ങനെ വരുവേ. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ പ്രിൻ്റുമാണ്. ഇതാണ് അടുത്തത്. ഇപ്പം നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല, അതിൻ്റെ കളർ ചേഞ്ച് ആണ്. ഇതിൻ്റെ ബേസ് കളർ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ. അതാ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. ഇതും ബേസ് കളർ ബ്ലാക്ക് ആണ് കേട്ടോ. ഇതിൻ്റെയും ബേസ് കളർ ബ്ലാക്ക് തന്നെയാണ്. ഇതാണ് അടുത്തത്. ഇതും ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിൽ ഒരു ഗോൾഡൻ്റെ അതുപോലെ ബ്ലൂവിൻ്റെ ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. ഇതാണ് അടുത്തത്. ഇതും ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിൽ കണ്ടതോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നത് ബേസ് കളർ ബ്ലാക്ക് ആയിട്ടുള്ള കുറച്ച് പ്രിൻ്റുകളാണ്. ഇതാ അടുത്തത് ഇതാണ്. അടുത്ത പ്രിൻ്റ് ഇങ്ങനെ വരുവേ. അടുത്ത പ്രിൻ്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഇതും ബേസ് കളർ ബ്ലാക്ക് ആണ്. ഓരോ കളറിലും ഒത്തിരി പ്രിൻ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതും ബേസ് കളർ ബ്ലാക്ക് വന്നിട്ടുള്ള ഫാബ്രിക് ആണ്. അതിലിതാ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോയുടെയും ബ്ലൂവിൻ്റെ ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. ഇതാണ് അടുത്തത്. ഇതൊന്നും എപ്പോഴും കിട്ടുന്നൊരു കളർ കോമ്പിനേഷൻ അല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ഇതാണ് അടുത്തത്. ഇങ്ങനെ വരും. അടുത്തതൊരു ബ്ലൂ ആണ്. അതിലിതാ ഇങ്ങനെ ഒരു പ്രിൻ്റാണ് വന്നേക്കുന്നത്. ഇത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതിൽ അടുത്ത പ്രിൻ്റ് ഇതാണ്. ഇത് മഷൂറിൽ വന്നിട്ടുള്ള ഗ്രീനാണ് കേട്ടോ. നല്ല ഭംഗിയൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് 550 ആണ്. ഇതാണ് അടുത്തത്. ഇതിൻ്റെ ബേസ് കളർ നല്ലൊരു യെല്ലോ ആണ്. അതിലിതാ ഈ ഒരു കോമ്പിനേഷൻ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത്. യെല്ലോയിൽ തന്നെ അടുത്ത പ്രിൻ്റാണ് ഇത്. യെല്ലോയിലെ ലാസ്റ്റ് പ്രിൻ്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേജ് കളർ ഗ്രീൻ ആണ്. ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ. നമുക്കൊരു സ്ലിമ്മി ലുക്കൊക്കെ കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് സ്ട്രൈപ്സ്. ഇതിൽ കുർത്തിയൊക്കെ ചെയ്തിട്ടാൽ നമുക്ക് വണ്ണം ഉള്ളവർക്കൊക്കെ കുറച്ച് വണ്ണം കുറവ് തോന്നിക്കും. ഇത് സ്ട്രൈപ്സിൽ അടുത്തൊരു കളറാണ്. ഇതൊരു സിക്സാഗ് പ്രിൻ്റാണ് കേട്ടോ. ഇത് ബേസ് കളർ ബ്ലാക്ക് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കിതെല്ലാം 2.5 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ ആയിട്ടായിരിക്കും കിട്ടുക. ഓരോന്നും അളന്ന് നോക്കിയതിന് ശേഷം മാത്രം കേട്ടോ പറയാൻ പറ്റത്തുള്ളൂ ഏതാണ് കിട്ടുക എന്നുള്ളത്. നിങ്ങൾക്ക് 2.5 മീറ്റർ മതിയെങ്കിൽ 3 മീറ്റർ എടുത്താലും വേസ്റ്റ് വരത്തില്ല. കാരണം 1/2 മീറ്ററും കൊണ്ട് നമുക്ക് അടുത്തൊരു കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ യോക്ക് ചെയ്യാനും സ്ലീവ്സിൽ ബോർഡറൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. ബ്ലൂവിലൊരു പ്രിൻ്റാണിത്. ഇത് സീ ബ്ലൂ സീ ഗ്രീൻ കളറിലൊരു പ്രിൻ്റാണ്. ഇനി ലൈറ്റ് കളർ മതിയെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ബേസ് കളർ നല്ലൊരു ക്രീമാണ്. അതിൽ ഒരു യെല്ലോയുടെയും അതുപോലെ ബ്ലൂവിൻ്റെയും ബ്ലാക്കിൻ്റെയും ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. ഇതാണ് അടുത്തത്. ഇത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ പ്രിൻ്റുമാണ് കേട്ടോ. നല്ലൊരു ബേജാണ് ബേസ് കളർ വന്നേക്കുന്നത്. ഇത് നല്ലൊരു കളറും പ്രിൻ്റുമാണ്. ഒരു കോപ്പർ കളറാണ് ബേസ് കളർ. ഇതൊന്നും എപ്പോഴും കിട്ടുന്നൊരു കളറല്ല കേട്ടോ മോഡലിൽ. നല്ല ഭംഗിയുള്ള വെറൈറ്റി കളേഴ്സാണ് ഇതൊക്കെ. ഇതാണ് അടുത്ത ഫാബ്രിക്. ഇത് മെഷൂറിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. ഇതാണ് അടുത്തത്. ഇത് മോഡലിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ കാണുന്നതെല്ലാം റണ്ണിങ് ഫാബ്രിക്സ് ആണ് കേട്ടോ. ഇത് വെച്ച് നമുക്ക് ടോപ്പ് ചെയ്യാം, ബ്ലൗസ് ചെയ്യാം, ഷർട്ട് ചെയ്യാം, കഫ്താനൊക്കെ ചെയ്യാം. നല്ല ഭംഗിയുള്ള കുറച്ച് കളറുകളും പ്രിൻറ്റുകളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഡലിൽ മഷൂറിൽ വന്നിട്ടുള്ളതാണ്. ഇത് മഷൂറിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ്. ഒരു അനിമൽ പ്രിൻ്റാണ് ഇതിൽ വന്നേക്കുന്നത്. ഇതും മഷൂറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇന്നത്തെ ഫാബ്രിക്കിൽ ലാസ്റ്റ് പീസ് ഇതാണ്. ഇതും മഷ്റൂം ആണ്. ഒരു സിക്സാഗ് പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്.
ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. ഞാൻ മൊഡാലിന്റെ സ്റ്റോൾസും ദുപ്പട്ടാസും കാണിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വീഡിയോ ലെങ്തി ആയതുകൊണ്ട് അതെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. കുറച്ചധികം കളേഴ്സും പ്രിന്റൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഇതേവരെ മൊഡാൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 2.5 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒത്തിരി പേര് ആദ്യമായിട്ട് മൊഡാൽ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് അത് ഇട്ട് കഴിയുമ്പോൾ പിന്നെ എടുക്കുന്നവർ എത്ര പീസ് എടുക്കുന്നതെന്ന് അറിയാം. കാരണം അവർ പറയുന്നത് ഇനിയിപ്പോൾ വേറൊരു ഫാബ്രിക് ഒക്കെ ഇടാൻ പറ്റത്തില്ല, അത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഞാനും ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് തന്നെയാണല്ലോ, ഞാനിട്ട് ആ ഫീലാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല, നിങ്ങൾ ഇട്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അത്രയും നല്ല ഫീൽ കിട്ടുന്ന ഫാബ്രിക്കാണ്, അത്രയും ലുക്ക് കിട്ടുന്ന ഒരു ഫാബ്രിക്കാണ്, എലഗൻറ്റ് ഫാബ്രിക്കാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ഫാബ്രിക് കയ്യിലെടുക്കുമ്പോൾ നല്ല വെയിറ്റ് തോന്നിക്കും, പക്ഷെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതുപോലെ ബോഡി ഹഗിങ് ആണ്, വളരെ കൂളിംഗ് ഫീൽ കിട്ടുന്ന ഒരു ഫാബ്രിക്കാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ കുറച്ച് പാടാണ്. ഇവിടെ അതിൽ ഒത്തിരി ക്വാണ്ടിറ്റി, ഒത്തിരി കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയാൽ അറിയാം, അത്രമാത്രം ക്വാണ്ടിറ്റി മൊഡാൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ഓർഡർ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. കിട്ടാൻ കുറച്ച് താമസമുണ്ട്, കാരണം അതിൻ്റെ ഒരു പ്രോസസ്സ് കുറച്ച് ഒരു ലെങ്തി പ്രോസസ്സാണ് അത് ചെയ്തെടുക്കാനായിട്ട്, അതുകൊണ്ടുള്ള താമസമാണ്. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അടുത്ത കളക്ഷൻസ് ഒക്കെ വരും. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, കിട്ടുന്നതനുസരിച്ച് വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഇതേവരെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് 2.5 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ എടുത്തിട്ട് ഒരു കുർത്തിയൊക്കെ ചെയ്തിട്ട് നോക്ക്. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഫീല് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എത്ര ക്വാണ്ടിറ്റി ഓരോരുത്തർ എടുക്കുന്നതെന്ന് അറിയാമോ? അതുപോലെ സാരി ആണെങ്കിലും കൊണ്ടുവന്നതെല്ലാം തീർന്നു. ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാനും ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അത്രമാത്രം ആവശ്യക്കാരാണ് മൊഡാലിനുള്ളത്. അത് വേറൊന്നുമല്ല, ആ ഇട്ട് കഴിയുമ്പോൾ ആ സുഖവും ഫീലൊക്കെയാണ് നമുക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടതാക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ഇത് എക്സ്പെൻസീവ് അല്ലേ, ഞങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമ്മൾ 2 or 3 ഒക്കെ എണ്ണ എടുക്കുമ്പോൾ ആ സ്ഥാനത്ത് അതങ്ങ് മാറ്റിയിട്ട് ഒരെണ്ണം എടുത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയല്ലേ നമുക്ക് ആ ഒരു പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മറ്റുള്ള കുർത്തികളൊക്കെ എടുക്കുമ്പോൾ അതൊന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് കട്ട് ഓഫ് ചെയ്തിട്ട് മൊഡാലിൻ്റെ ഒരെണ്ണം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാകും. അതെടുത്ത് നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല, കാരണം നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാനൊക്കെ പറ്റിയ നല്ല കളറും നല്ല കോമ്പിനേഷനൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത കളക്ഷൻസ് ആയിട്ടൊക്കെ വീണ്ടും കാണാം. വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കളർ വേരിയേഷൻസ് കാണും കേട്ടോ, ചെറുതായിട്ടൊക്കെ. അതൊന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം ഓർഡർ തരാനായിട്ട്. അടുത്ത കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.